പൂജ കേട്കർ എന്ന IAS കാരിയെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നു. IAS കിട്ടുന്നത് നമുക്കറിയാം. IAS IPS കിട്ടുന്ന കുട്ടികൾ വളരെ ബ്രില്യൻ്റായുള്ള കുട്ടികൾക്കൊക്കെ IASും IPSും ലഭിക്കും. ഇവിടെ പൂജ കേട്കർക്ക് IAS ലഭിച്ചു 2021. അവരുടെ പിതാവ് ഒരു IAS കാരനാണ്. അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്തു. പൂജ കേട്കർ 2021 അവർ പരീക്ഷ എഴുതി റാങ്ക് 821. 1000-നകത്തായതുകൊണ്ട് അവർക്ക് IAS തന്നെ കിട്ടി. എന്തായാലും അവരുടെ അമ്മ ഇവരും താമസിക്കുന്നത് പൂന നഗരത്തിലാണ്. പക്ഷേ അവിടുന്ന് 50 കിലോമീറ്റർ അകലെ മുൾഷിയിൽ ഇവർക്കൊരു കൃഷി സ്ഥലമുണ്ട്. അവിടുത്തെ കൃഷിക്ക് അവിടെ അടുത്തുള്ള ഗ്രാമത്തിലെ ചില ആൾക്കാരുമായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടായി. അമ്മ അവിടുത്തെ കൃഷി സ്ഥലത്ത് കയ്യേറാൻ വന്നവർക്ക് നേരെ തോക്ക് ചൂണ്ടി വെടിവെക്കാൻ തുടങ്ങിയപ്പം പൂന പോലീസ് അതിനൊരു കേസെടുത്തിട്ടുണ്ട് ഇവർക്ക് അമ്മയ്ക്കെതിരായിട്ട്. പിതാവ് IAS കാരനാണ്, റിട്ടയർ ചെയ്തിപ്പോൾ. ഇവർ അപ്പൻ്റെ മാതൃക സ്വീകരിച്ച് IASന് പഠിക്കുക. എങ്ങനെയെങ്കിലും IAS കിട്ടിയേ പറ്റുള്ളൂ. പക്ഷെ പഠിക്കാൻ നല്ല മിടുക്കിയാണ്. അവർ ആദ്യം ഒരു 6 പ്രാവശ്യം എഴുതി ഓപ്പൺ കാറ്റഗറിയിൽ, അത് കിട്ടിയില്ല. മൊത്തം 12 പ്രാവശ്യം അവർ എഴുതിയെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. നല്ല മിടുക്കിയാണ് പഠിക്കാൻ. പക്ഷേ ആദ്യത്തെ 6 പ്രാവശ്യം എഴുതിയിട്ട് അവർക്ക് ലഭിക്കാതെ വന്നതുകൊണ്ട് രണ്ടാമത് അവർ നല്ല ബുദ്ധിയുള്ള സ്ത്രീ ആയതുകൊണ്ട് അവർ ബുദ്ധിപൂർവ്വം കിടന്ന് കളിച്ചു. അതിന് അവരെ കണ്ണിന് അല്ലെങ്കിൽ അവരുടെ ചെവിക്ക് ഒരു ഡിസബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ IAS IPSനൊക്കെ ചില കൺസെഷന് അവർക്ക് ഇൻ്റർവ്യൂവിലും അതുപോലെ തന്നെ അവരെ പോസ്റ്റ് ചെയ്യുന്നതിലും ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്റ്റ് ചെയ്യുന്നതിലും ഒക്കെ ചില പ്രത്യേകതകളും ചില ആനുകൂല്യങ്ങളും ലഭിക്കും. ഇവിടെ നമുക്കറിയാം, ഇങ്ങനെയൊന്നും ആനുകൂല്യമില്ലാത്ത ഒരാൾ ഒരു പരീക്ഷ അല്ലെങ്കിൽ ഒരു പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ട്രെയിനിങ് അവിടെ അല്ലെങ്കിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഈ IAS IPS കാറ്റഗറി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് പ്രിലിമിനറി ഉണ്ട്, പിന്നെ അതിന് ഫൈനലുണ്ട്. അതിന് ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അതിന് മുമ്പ് തന്നെ ഇവരെ സംബന്ധിക്കുന്ന മുഴുവൻ സർട്ടിഫിക്കറ്റുകളും കൊടുക്കണം. ഏതൊക്കെ സർട്ടിഫിക്കറ്റ് വേണം? ജാതി സർട്ടിഫിക്കറ്റ് വേണം, ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് വേണം, മെൻ്റൽ ഹെൽത്ത്നെസ്സിന് വേണം. അങ്ങനെ നിരവധി സർട്ടിഫിക്കറ്റ് കൊടുത്ത് അത് മുഴുവൻ ഫയലാക്കി അവിടെ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ടാവും. അതിന് ശേഷമാണ് ഇവർ IAS എഴുതേണ്ടത്. IAS എഴുതി കഴിഞ്ഞാൽ ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ അത് 6 പ്രാവശ്യം എഴുതാം. 6 പ്രാവശ്യം എഴുതി കഴിയുമ്പം പിന്നെ ചാൻസ് ഇല്ല. അന്നേരം 32 വയസ്സ് കഴിയാൻ പാടില്ല. ജനറൽ കാറ്റഗറിയിലെ IAS IPS എഴുതണമെങ്കിൽ 32 വയസ്സിനകം 6 പ്രാവശ്യം എഴുതാം. 2, 3, 4 പ്രാവശ്യം എഴുതി കിട്ടാതെ വന്നവർ വീണ്ടും അവർ എഴുതി അവർക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 6 പ്രാവശ്യത്തിൽ കൂടുതൽ ഓപ്പൺ കാറ്റഗറിയിലെ ചാൻസ് ഇല്ല. അതേസമയത്ത് 35 വയസ്സ് വരെ പ്രായപരിധിയിൽ നമുക്ക് OBC ആണെങ്കിൽ 35 വയസ്സ് വരെ IAS IPS എഴുതാം. അതുപോലെ തന്നെ നമുക്ക് പെർമനൻ്റ് ആയ ചില ഡിസബിലിറ്റി പലർക്കും ഉണ്ട്. അങ്ങനെയുള്ള ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്ന് പറയും. കാഴ്ചക്കുറവ് വരിക, ചെവി കേൾവിക്ക് കുറവ് വരിക. ആ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക് 42 വയസ്സ് വരെ നമുക്ക് ഈ പരീക്ഷ എഴുതാം. അതേസമയത്ത് SC ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 37 വയസ്സ് വരെ അവർക്ക് പരീക്ഷ എഴുതുകയും ചെയ്യാം. പക്ഷേ എത്ര എഴുതിയാലും ശരി, നമുക്ക് ഇൻ്റർവ്യൂവിന് പോയി മാർക്ക് സ്കോർ ചെയ്യുമ്പം നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം വെരിഫൈ ചെയ്ത് നമ്മൾ ഇൻ്റർവ്യൂ സക്സസ്ഫുള്ളായി കഴിഞ്ഞാൽ നമ്മളെ പോസ്റ്റ് ചെയ്യും. UPSC കമ്മീഷൻ ആണ് പരീക്ഷ റിസൾട്ട് അവർ പ്രഖ്യാപിക്കുന്നത്. അപേക്ഷൻ്റെ സർട്ടിഫിക്കറ്റും അതും ഇതും എല്ലാം ആ പരീക്ഷയുടെ റിസൾട്ടിനൊപ്പം അവർ പേഴ്സണൽ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ അത് മുഴുവൻ ആ സെൻട്രൽ ബോർഡിന് അയച്ചു കൊടുക്കുകയാണ് പതിവ്. പക്ഷേ പേഴ്സണൽ ഇൻ്റർവ്യൂ കഴിയുമ്പം അവർക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. അത് ഇന്ത്യയിൽ ഏതെന്നല്ല, അവർ പറയുന്ന ഹോസ്പിറ്റലിൽ ഇന്ത്യയിൽ എവിടെ പോയി മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക്
പേഴ്സണൽ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റും കറക്റ്റായിട്ട് ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ അവരെ പോസ്റ്റ് ചെയ്യുള്ളൂ. അവരുടെ കഴിവും കപ്പാസിറ്റിയും അവരുടെ മാർക്കും എല്ലാം നോക്കിയിട്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് വേണ്ടത്. കാരണം ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടിയവരെല്ലാം അവർ ഓപ്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ ഫോറിൻ സർവീസിലോ അല്ലെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസിലോ ഇന്ത്യൻ പോലീസ് സർവീസിലൊക്കെ പോകാം. ബാക്കിയുള്ളവർ ഇന്ത്യയിലെ ക്ലാസ് 1 ഓഫീസേഴ്സായിട്ട് പല ഡിപ്പാർട്ട്മെൻറ്റിലും അവരെ പോസ്റ്റ് ചെയ്യും. ഈ IAS IPS IA മാത്രമല്ല, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലാസ് 1 ഓഫീസേഴ്സിന് ധാരാളം ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യയിൽ തന്നെയുണ്ട്. അവിടങ്ങളിലൊക്കെ അവർക്ക് പോസ്റ്റിംഗ് ലഭിക്കുകയും ചെയ്യും. നമുക്ക് ഇപ്പം ഈ കാൻഡിഡേറ്റ് ഈ നമ്മുടെ ഇപ്പോഴത്തെ പൂജ കേക്കർ അവർക്ക് പറ്റിയ സംഭവം, അവർ പ്രൊബേഷണറായി അവരെ പോസ്റ്റ് ചെയ്തു. 6 മാസത്തെ ചാൻസ് കഴിഞ്ഞപ്പോൾ വീണ്ടും അവർക്ക് കണ്ണിന് കാഴ്ചയ്ക്ക് ചിലപ്പം പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ചില സർട്ടിഫിക്കറ്റൊക്കെ ഒപ്പിച്ച് ആ കേക്കർ 2022 ബാച്ചിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ അവർക്ക് സെലക്ഷൻ കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവർ തീർച്ചയായിട്ടും അവരെ ഡിസബിലിറ്റി പ്രൂവ് ചെയ്യണം. അതിന് മറ്റുള്ള ആൾക്കാരാണെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാൽ മതി. പ്രത്യേകിച്ച് ഈ കണ്ണിനും കാതിനും ഒക്കെ ഉള്ള ഡിസബിലിറ്റി അത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിയാണ്. അത് ഡൽഹിയിലെ എയിംസിൻ്റെ ആശുപത്രി മാത്രമേ UPSC അവിടെ മെഡിക്കൽ പരിശോധന അനുവദിക്കുകയുള്ളൂ. അവിടെ വിഷ്വലി ഇംപെയർഡ് ആയ കാര്യങ്ങൾ അവർ നോക്കും. ഹിയറിംഗ് ലോസ് ഉണ്ടെങ്കിൽ അത് അവർ നോക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ AIMS മാത്രമേ ചെയ്യുള്ളൂ. അവിടുത്തെ സർട്ടിഫിക്കറ്റാണ് IAS IPS എഴുതാം അല്ലെങ്കിൽ സെലക്ഷൻ കിട്ടിയവർക്ക് വേണ്ടത്. അപ്പം വിഷ്വലി ഇംപെയർഡ് ഓർ മെൻ്റൽ ഇൽനെസ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും AIMS തന്നെ പോകേണ്ടി വരും. അവിടുത്തെ സർട്ടിഫിക്കറ്റ് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. കാരണം UPSC മറ്റുള്ള ഇന്ത്യയിലെ ഒരു ഹോസ്പിറ്റലിലും സർട്ടിഫിക്കറ്റ് അംഗീകരിക്കില്ല. അപ്പം കേക്കറിൻ്റെ കാര്യത്തിൽ അവർ 12 തവണ IAS എഴുതിയെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യത്തെ 6 തവണ അവർക്ക് ലഭിച്ചില്ല. പിന്നെ അവരെഴുതി ഈ വിഷ്വലി ഇംപെയർഡിൻ്റെ പ്രശ്നത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അങ്ങനെയാണ് ആ ഒരു ഗ്രൗണ്ടിലാണ് അവർ പരീക്ഷ എഴുതി. പക്ഷേ അവരെ 6 പ്രാവശ്യം അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടും അവർ ആ AIMS പോയി മെഡിക്കൽ പരിശോധനയ്ക്ക് തയ്യാറായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അവർ പൂനെയിൽ വന്നപ്പോൾ അവർക്ക് അവിടുത്തെ ഓഫീസിലെ അവർ പ്രൊബേഷണറാണ്. ആ പ്രൊബേഷൻ പീരീഡിൽ ഒരു ഫെസിലിറ്റിയും ലഭിക്കില്ല. അവർക്ക് അവിടെ വന്നപ്പോൾ ഓഫീസ് വേണമെന്ന് പറഞ്ഞു, അവർക്ക് കാറ് വേണമെന്ന് പറഞ്ഞു, അവർക്ക് റെസിഡൻസ് വേണമെന്ന് പറഞ്ഞു. അതിനവർ കിടന്ന് വലിയ ബഹളം ഉണ്ടാക്കി. കാരണം അത് കൊടുക്കാൻ ഒരു പ്രൊബേഷണർ ആയ ഒരാൾക്ക് കൊടുക്കാനുള്ള അവകാശമില്ല. എവിടെ ആയാലും ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും പ്രൊബേഷൻ പീരീഡിൽ ഇതിനൊന്നും എലിജിബിലിറ്റി ഇല്ല. പ്രൊബേഷൻ സക്സസ്ഫുള്ളായി പാസ്സായെങ്കിൽ മാത്രമേ അവർക്ക് ആ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. പ്രൊബേഷൻ അൺസക്സസ്ഫുൾ ആണെങ്കിൽ IAS IPS ശരി, അവരെ വീണ്ടും ട്രെയിനിങ്ങിൽ മടക്കി വിളിക്കും ട്രെയിനിങ്ങിന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ആണ് കേക്കർ. അവരെ ഇപ്പോൾ ഒന്നെങ്കിൽ അവരെ ട്രെയിനിങ്ങിന് മടക്കി വിളിക്കണം, അല്ലെങ്കിൽ അവരെ BD അല്ലെങ്കിൽ PWBD അവരെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി അവർ തെളിയിക്കണം. പക്ഷെ അവർ അതിന് തയ്യാറായില്ല. അവരുടെ പ്രൊബേഷൻ പീരീഡിലെ അവർക്ക് മോശമായ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട് അവിടെ സെൻട്രലിൽ കിട്ടിയത്. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കേസ് കൊടുത്തു. അത് ഇപ്പം സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ ഹാജരാക്കിയിരിക്കുന്നത് മുഴുവൻ കളവായിട്ടാണ്. മെഡിക്കൽ പരിശോധനയ്ക്ക് വന്നില്ല. അതുകൊണ്ട് ഇവർക്കെതിരായിട്ട് ഡൽഹിയിലെ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരെ സംബന്ധിക്കുന്ന ഒരു പ്രാഥമിക റിപ്പോർട്ട് സെൻട്രലിലെ UPSC കമ്മീഷൻ ഒരു കമ്മീഷനെ വെച്ച് നടത്തുകയും ചെയ്തു. അത് ഇവർക്ക് എതിരായിട്ടാണ്. പക്ഷേ അതിന് കമ്മീഷൻ മുമ്പിൽ ഈ റിപ്പോർട്ടുണ്ടായിട്ടും മെഡിക്കൽ പരിശോധന നടത്താതെ വീണ്ടും അതിൽ നിന്ന് മാറി. ഡൽഹി പോലീസിൽ കൊടുത്ത കേസ് വന്നു കഴിഞ്ഞപ്പോൾ മുൻകൂർ ജാമ്യത്തിന് ഈ പൂജ കേക്കർ ഡൽഹിയിൽ മൂവ് ചെയ്തിരിക്കുകയാണ്. അത് ഇന്നോ നാളെയോ ആ ജാമ്യത്തിൻ്റെ കാര്യം അറിയാം. അതേസമയത്ത് ഇവരെ പിരിച്ചുവിടാനുള്ള നോട്ടീസ് കൊടുക്കുമെന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. കാരണം IAS കിട്ടി, അത് പാസ്സായി, പ്രൊബേഷൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഏത് IAS IPS സെൻട്രൽ പിരിച്ചുവിടും എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ 6 തവണ പരീക്ഷ എഴുതിയിട്ട് വീണ്ടും ഓപ്പൺ കാറ്റഗറിയിൽ പരീക്ഷ എഴുതാതെ റിസർവേഷൻ കാറ്റഗറിയിൽ വീണ്ടും എഴുതിയിട്ടാണ് 820 റാങ്കിൽ വന്ന് ഇപ്പോൾ IAS കിട്ടി അവരവിടെ വന്നത്. അതുകൊണ്ട് ഇവരെപ്പോലെയുള്ള ചില ആൾക്കാർ ഈ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവിൽ അല്ലെങ്കിൽ IAS IPS എഴുതുന്ന കാറ്റഗറിയിൽ
കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ അവരെ മെഡിക്കൽ പരിശോധന പ്രൂവ് ചെയ്ത് ഇവർക്കെതിരായിട്ട് കേസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവരെ ടെർമിനേറ്റ് ചെയ്യും. ഇപ്പം ഈ IAS പൂജ ഖേഡ്കർ, അവരുടെ പിതാവ് IAS അമ്മയും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, നല്ല സാമ്പത്തികമുള്ളവരാണ്. അവർ തീർച്ചയായിട്ടും അവരൊരു കളക്ടർ അല്ലെങ്കിൽ ഒരു കളക്ടറെ പദവിയിൽ അവർ ഇരിക്കുന്ന പോലെ തോന്നി അവർക്ക്. അങ്ങനെയാണ് ഈ പ്രൊബേഷണർ അവിടെ കിടന്ന് ബഹളം വെച്ചത്. അവർ വണ്ടി വേണമെന്ന് പറഞ്ഞു, അവർക്ക് വീട് വേണമെന്ന് പറഞ്ഞു, അവർക്ക് ഓഫീസ് പ്രത്യേകം വേണമെന്ന് പറഞ്ഞു, പ്രത്യേക സ്റ്റാഫ് വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനൊന്നും എലിജിബിൾ അല്ലാത്ത അവർക്ക് എതിരായിട്ടുള്ള റിപ്പോർട്ട് അവിടുത്തെ അവരുടെ പ്രൊബേഷൻ ആരുടെ കീഴിലാണോ ആ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ചീഫ് സെക്രട്ടറിയുടെയും അവിടുത്തെ കളക്ടറെയും ഇവർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് സെൻട്രലിൽ പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഇവരെ പിരിച്ചുവിടും എന്നാണ് കരുതുന്നത്.